നമസ്കാരം. ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസിലെ 20ാമത് അധ്യായം. കഥ പറയുന്നത് സന്തോഷ്. മഹത്തായ രാഷ്ട്രങ്ങൾ പലതും കെട്ടിപ്പൊക്കിയിരിക്കുന്നത് രക്തം കൊണ്ട് കുതിർന്ന അസ്ഥിവാരങ്ങളിൽ നിന്നാണെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. പെരുമാൾ ഭരണത്തിൻ്റെ അവശേഷിക്കുന്ന കണ്ണിയായ വഞ്ചി രാജ്യത്തിലും ചില രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുള്ളതായി ചരിത്രം പറയുന്നു. ഹരിപഞ്ചാനന യോഗീശ്വരൻ്റെ മതം പ്രചരിപ്പിക്കാനുള്ള ഉദ്യമത്തിനിടയിൽ കൊല്ലപ്പെട്ട ഉമ്മിണിപ്പിള്ളയുടെ വധത്തെ നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല. ഉമ്മിണിപ്പിള്ളയുടെ വധവും കേശവപിള്ളയുടെ തിരോധാനവും മഹാരാജാവിനെ അസ്വസ്ഥനാക്കി. രൂക്ഷമായ മുഖഭാവം കണ്ട് ആ വാർത്ത അറിയിച്ച പരിചാരകൻ ഉടനെ സ്ഥലം വിട്ടു. ശത്രുപക്ഷത്തിന്റെ ഊർജിതമായ പ്രവർത്തനത്തെ രാജാവ് ഇതിനു പിന്നിൽ കണ്ടു. കേശവൻകുഞ്ഞിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ മഹാരാജാവ് കേശവപിള്ളയുടെ തിരോധാനത്തിനും വലിയ പ്രാധാന്യം കൊടുത്തില്ല. പതിവ് പോലെ പ്രധാനമന്ത്രിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. ഹൃദയശൂന്യനായ ഹരിപഞ്ചാനന യോഗീശ്വരൻ സുഖമായി ഉറങ്ങി. കേരളത്തിന്റെ ആധിപത്യം നേടിയതുപോലെ ആഹ്ലാദഭരിതനായിരുന്നു യോഗീശ്വരൻ. പ്രഭാതത്തിൽ ഒരു ഭൃത്യൻ ഉമ്മിണിപ്പിള്ളയുടെ ദാരുണ മരണവും കേശവപിള്ളയെ കാണാനില്ല എന്നുള്ള വിവരവും സ്വാമിയെ ധരിപ്പിച്ചു. ഒരു വെടിക്ക് 2 പക്ഷി. രഹസ്യങ്ങൾ അറിയാമായിരുന്ന ഉമ്മിണിപ്പിള്ളയുടെ നാശം, അതിന്റെ കാരണക്കാരൻ കേശവപിള്ള ഒളിച്ചോടിയിരിക്കുന്നു. യത്നം വിജയകരമായി പരിണമിച്ചതിൽ യോഗി ഉള്ളാലെ സന്തോഷിച്ചു. ജീവനെ മരണവും വിജയത്തെ പരാജയവും ഉന്നതിയെ അധപതനവും പിന്തുടരുന്നു എന്ന ലോകന്യായത്തെ നിരാകരിക്കാനാവില്ലല്ലോ. മഹാരാജാവിന് കേശവപിള്ളയുടെ വേർപാട് കൊണ്ടുണ്ടായ ദുഃഖം പോലെ യോഗീശ്വരനും ഒരു വേർപാടുണ്ടായി. വൃദ്ധസിദ്ധന്റെ തിരോധാനം. വിശ്വസ്തനായ സഹായി എന്നതിലുപരി സ്വാമിയുടെ സാമ്പത്തിക കാര്യസ്ഥനുമായിരുന്നു അയാൾ. ഹൈദരാലിയുടെ വിശ്വസ്തൻ. ഹരിപഞ്ചാനനായ അദ്ദേഹം ഹതപഞ്ചാനനൻ ആയി മാറി. അദ്ദേഹത്തിന് തല കറങ്ങുന്നത് പോലെ തോന്നി. തന്റെ ജീവിത ലക്ഷ്യത്തിന്റെ സാക്ഷാത്കരണത്തിന് ആവശ്യമായ ധനം വൃദ്ധസിദ്ധനിലൂടെയാണ് എത്തിക്കേണ്ടിയിരുന്നത്. ആ മാർഗമാണ് അടഞ്ഞിരിക്കുന്നത്. താൻ ദൗർഭാഗ്യവാൻ തന്നെ എന്ന് വിചാരിച്ച് നിരാശനായി. പ്രഭുക്കന്മാരായ ഭക്തന്മാരും വലിയൊരു നിധിയുടെ ഉടമകളായ മന്ത്രക്കൂടത്തെ സ്ത്രീകളും സ്വാധീനത്തിലുള്ളപ്പോൾ ധനത്തിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്ന് സമാധാനിച്ചു സ്വാമികൾ. ഭക്തനായ ഉമ്മിണിപ്പിള്ളയുടെ മരണത്തിൽ അഗാധമായ ദുഃഖം അനുഭവിക്കുന്നു എന്ന് അഭിനയിച്ച സ്വാമി ഭക്തന്റെ സംസ്കരണ കാര്യങ്ങൾക്കായി തിരിച്ചു. അധികാരികൾ കേശവപിള്ളയുടെ ഗൃഹപരിശോധന നടത്തി. പവതി കൊച്ചി അതിന് വന്നവരെ പുലഭ്യം പറഞ്ഞു. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് അവർ ശ്രീവരാഹ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ പുറപ്പെട്ടു. ഉമ്മിണിപ്പിള്ളയുടെ മരണം തിരുവനന്തപുരം നിവാസികളെ ഭയചകിതരാക്കി. ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്കൊന്നും തടസ്സമുണ്ടാകാതെ ജഡം കോട്ടയ്ക്ക് പുറത്തേക്ക് മാറ്റി. കൊലപാതക കുറ്റം കേശവപിള്ളയുടെ പേരിൽ ജനങ്ങൾ സംശയലേശമന്യേ ആരോപിച്ചു. രോഷാകുലനായി ചന്ദ്രക്കാരൻ മൃതശരീരത്തിന് സമീപം നിന്നു. ചന്ദ്രക്കാരന്റെ വ്യക്തിപരമായ നഷ്ടത്തിൽ അനുതപിച്ചുകൊണ്ട് നന്ദിയെ തുണ്ണിത്താൻ നിന്നു. യോഗീശ്വരൻ തന്റെ ഭക്തന്റെ മൃതശരീരത്തെ തലോടി അനുഗ്രഹിച്ചു. പവിത്രമായ ശരീരം ദഹിപ്പിക്കാതെ സംസ്കരിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്ത് യാത്രയായി. അധികാരികൾ നിയമാനുസൃതം പ്രേതപരിശോധന നടത്തിയപ്പോൾ കേശവപിള്ള വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെക്കുറിച്ച് മഹാരാജാവിന് സമർപ്പിക്കാൻ തയ്യാറാക്കിയ സങ്കട ഹർജി ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തു. അങ്ങനെ കേശവപിള്ളയുടെ പേരിലുള്ള കുറ്റം സ്ഥിരീകരിക്കപ്പെട്ടു. മധ്യാഹ്നത്തോടടുത്ത സമയം സ്വസ്ഥമായി ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി മഹാരാജാവ് വലിയ ചൗക്ക എന്ന മണ്ഡപത്തിൽ സ്വൈരമായി ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഉയരത്തിൽ നിന്നൊരു ചക്ക ഭൂമിയിൽ പതിക്കുന്ന ശബ്ദത്തോടെ ഒരു ഭീമാകാരൻ തെക്കുവശത്തെ ചുവർ ചാടി അകത്തേക്ക് പതിച്ചു. അത് കേട്ട് ആരെന്ന് കോപത്തോടെ നോക്കിയപ്പോൾ അയാളുടെ ആകാര വലിപ്പം കണ്ട് അന്താളിച്ചു പോയ മഹാരാജാവിന്റെ കോപം കെട്ടുപോയി. തന്റെ അപരാധം പുറത്തു കിട്ടുന്നതിനായി മുതലാളിക്ക് സങ്കടം എന്ന് ഉറക്കെ പറഞ്ഞു. മുതലാളി എന്നയാൾ ഉദ്ദേശിച്ചത് പോക്കുമൂസായ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി അയാളെ അടുത്ത് വിളിച്ച് മുതലാളി എന്ത് പറഞ്ഞയച്ചു എന്ന് ചോദിച്ചു. അയാൾ അടുത്ത് ചെന്ന് ആചാരപരമായി സലാം ചെയ്ത് ഓച്ഛാനിച്ചു നിന്നു. അയാളെ അതിനു മുമ്പ് കണ്ടിട്ടുള്ളതായി മഹാരാജാവിന് തോന്നി. നിന്റെ പേരെന്ത്? മറുപടിയായി പക്കീർ സായാണ് പൊന്നടികളെ എന്ന് വിനീതനായി അറിയിച്ചു. ഏഹേ, നിന്നെ കണ്ടിട്ട് സാധാരണ വെറും ഒരു പക്കീർ സായാണെന്ന് തോന്നുന്നില്ല. പരമാർത്ഥം കേൾക്കട്ടെ. പക്കീർ പിള്ള എന്നും ചില അംഗത്തമാർ അന്തസ്സിന് ഉത്തരവാർ കൽപ്പനെ. മഹാരാജാവ് അങ്ങനെയൊന്നുമല്ല എന്ന് നാം പറയുന്നു. അലിയാർ ഖാൻ എന്ന് കൽപ്പിച്ചാൽ അതും പൊരുന്തും ദൈവപെരുമയെ. മഹാരാജാവ് ചേച്ചേ, അതുമല്ല, പക്കീർ സ. പടച്ചവന്റെ മേന്മയാൽ മലക്കുന്നും പേരുണ്ട്, അതിനും പക്കീർ മൂളും. ആദ്യം അച്ഛനമ്മമാരുടെ പേരെന്ത്? അത് കേൾക്കട്ടെ. പക്കീർ സ കുഴഞ്ഞു. എന്തു പറയണമെന്നറിയാതെ ആലോചനയിലായി. പേരിട്ടതും മറ്റും നന്നേ ബാല്യത്തിലായിരുന്നല്ലോ. അതിപ്പോൾ ഓർക്കാനാവുന്നില്ല. ശരിക്കന്ന് കേട്ടുമില്ല. അവന്റെ മറുപടി മഹാരാജാവിനെ രസിപ്പിച്ചു. അദ്ദേഹത്തിന് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. ഒരു പ്രകാരത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു, ആട്ടെ, നിന്റെ സംഗതി വല്ലതും നാം ധരിപ്പാൻ ഇടവന്നിട്ടുണ്ടോ? അത് കേട്ട് ഒരു ഓല എഴുത്തെടുത്ത് താൻ നിന്നിരുന്നിടത്ത് വെച്ചു പുറകോട്ട് മാറി നിന്നു. പോക്കുമൂസയുടെ കത്തായിരിക്കുമെന്ന് കരുതി മഹാരാജാവ് തന്നെ താഴെ ഇറങ്ങി വന്ന് കത്തെടുത്തു. തിരികെ മേലോട്ട് കയറി പക്കീർ സായ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 പാദങ്ങൾ മതിലിന് മുകളിൽ മറയുന്നത് മാത്രം കണ്ടു. കേശവപിള്ളയുടെ കത്തായിരുന്നു അത്. വിശദമായി വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ചൗക്കയുടെ മരത്തൂണിലുണ്ടായിരുന്ന ഒളിയറയിൽ നിന്ന് കഠാരയെടുത്ത് ആ ഓലയെ പൊടി പൊടിയായി അരിഞ്ഞു കളഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കോപത്താൽ ചുവന്നു.
പരമരാജഭക്തനായ കേശവപിള്ളയെ മുമ്പൊരിക്കൽ അപമാനിച്ചതിൽ അദ്ദേഹത്തിന് കുണ്ഠിതം തോന്നി. ഹരിവഞ്ചാനന്റെ കുടിലതന്ത്രങ്ങളെപ്പറ്റി വിശദമായി കത്തിൽ തെളിവ് സഹിതം പറഞ്ഞിരിക്കുന്നത് വായിച്ച് അദ്ദേഹത്തിന്റെ കോപം ആളിക്കത്തി. അദ്ദേഹം ഭൃത്യരെ വിളിച്ചു. സുബ്ബയ്യൻ, കുമാരൻ തമ്പി എന്ന് മാത്രം രോഷത്തോടെ പറഞ്ഞു. താഴെ സമയം നോക്കി നിന്നിരുന്ന ദളവയും ഉപസേനാധിപനും ഉടനെ തിരുമുമ്പിലെത്തി. രാജാവിന്റെ അപ്പോഴത്തെ ഭാവം കണ്ട് സമീപത്തേക്ക് അടുക്കാൻ ഭയപ്പെട്ടു. അദ്ദേഹം കല്ലേ പിളർക്കുന്ന ചില കൽപ്പനകൾ പുറപ്പെടുവിച്ചു. ഉത്തമ ഭക്തനായ ഉമ്മിണിപ്പിള്ളയുടെ സംസ്കാരത്തിന് വേണ്ട നിർദ്ദേശം കൊടുത്ത് യോഗീശ്വരൻ ആശ്രമത്തിലേക്ക് മടങ്ങി. പൂജയ്ക്കോ ഭക്ഷണത്തിനോ വേണ്ടിയല്ല പെട്ടെന്ന് തിരിച്ചത്. ഈ അനുകൂലമായ സാഹചര്യത്തിൽ തന്റെ ദീർഘകാലമായ ശ്രമത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. മഹാരാജാവിനെ പോലെ മനോവിശ്രമത്തിനും മറ്റും ശ്രദ്ധിക്കാതെ തന്റെ യജ്ഞനിർവഹണത്തിന് ആവശ്യമായ വിഭവങ്ങളും അവയുടെ സംഭാവനക്കാരെയും കണ്ടെത്തുക എന്ന ശ്രമത്തിൽ മുഴുകി സ്വാമികൾ. ജനരോഷം തിരുവിതാംകൂറിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു എന്ന് ഹൈദരാലിയെ അറിയിക്കുവാനും ശിഷ്യമഠങ്ങളിലേക്ക് തന്റെ യജ്ഞ ദിവസം എന്നാണെന്ന് അറിയിക്കുന്നതിനും വേണ്ട കത്തുകൾ തയ്യാറാക്കി ഭൃത്യന്മാരുടെ കൈവശം കൊടുത്തുവിട്ടു. യജ്ഞത്തിന്റെ പരിസമാപ്തിയിൽ തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുക്കുമെന്ന് പ്രതിജ്ഞയും ചെയ്തു. ഏതാണ്ട് സന്ധ്യയോടടുത്ത സമയം സ്വാമികൾ രാജാധികാരത്തിന്റെ ദിവ്യതയെയും രാജപരിപാലനത്തിനെ പറ്റിയും ശിഷ്യർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യജ്ഞനിർവഹണത്തിനുള്ള മഹാരാജാവിന്റെ സംഭാവനകളുമായി സമ്പ്രതി രാമയ്യനും പരിവാരങ്ങളും യോഗീവാടത്തിലെത്തി. ജനരോഷം കണ്ട് ഭയന്നിട്ടാണ് മഹാരാജാവ് സ്വാമികളുടെ യജ്ഞത്തിന് വേണ്ട വിഭവങ്ങൾ എത്തിച്ചതെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ നായികയായ പാറുകുട്ടി, അതായത് പാർവതിപിള്ള, ചെറുപ്പത്തിൽ രോഗം ബാധിച്ചു കിടന്ന കട്ടിലിൽ ഒരു നെടുങ്കൻ അടിമുടി പുതച്ചു കിടക്കുന്നു. കുറെ കുസൃതി കുരുന്നുകൾ അയാളുടെ പുതപ്പ് വലിച്ചു മാറ്റുന്നതിന് ശ്രമിക്കുന്നു. അവരുടെ പ്രയത്നം വിഫലമാകുന്നതേ ഉള്ളൂ. ശബ്ദം വെച്ച് ബഹളമുണ്ടാക്കിയിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ അവർ അയാളുടെ മേൽ കയറിയിരുന്ന് ശല്യപ്പെടുത്തി. ബഹളം കേട്ട് ക്ഷോഭിച്ച പാർവതിപിള്ള അറപ്പുരയിലേക്ക് വന്നു. അവരുടെ ശാസന കേട്ട് കുസൃതി കുരുന്നുകൾ താഴെ ചാടി മര്യാദയ്ക്ക് നിന്നു. മൂടി പുതച്ച് കിടന്നയാൾ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് കുട്ടികൾക്കൊപ്പം ശിക്ഷയെ ഭയന്നെന്ന പോലെ നിന്നു. ഭർത്താവിന്റെ പരിഹാസം കണ്ട് നീരസത്തോടെ ഭാര്യ വടക്കേ കെട്ടിലേക്ക് നടന്നു. അത് കണ്ട് ചന്ദ്രക്കാർ മഹാപ്രഭുവിന്റെ നോട്ടപ്പുള്ളിയായ രാമവർമ്മത്ത് അനന്തപത്മനാഭൻ പടത്തലവൻ പൊട്ടിച്ചിരിച്ചു. പിന്നെ കൂട്ടുകാരായ കുട്ടികളുടെ ബഹളമായി. കുറെ കഴിഞ്ഞ് പടത്തലവനും കൂട്ടുകാരും പ്രഭാത ഭക്ഷണത്തിന് തയ്യാറായി. പാർവതിപിള്ള തന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോൾ മകൾ കൊച്ചമണി മേൽശാന്തിയുടെ സ്ഥാനം അലങ്കരിച്ച് നിവേദ്യം അർപ്പിച്ചു തുടങ്ങി. ഭർത്തൃവിരഹയായ മകളെ കണ്ടപ്പോൾ പിതൃവാത്സല്യഭരിതനായ പിതാവിന്റെ മനസ്സ് കലുഷമായി. മകളുടെ ഭർത്താവ് ഹൈദരുടെ സേവകനായി കഴിയുന്നു എന്ന വിവരം അവളോട് പറഞ്ഞോ എന്ന് പാർവതിപിള്ളയോട് പടത്തലവൻ ചോദിച്ചു. ചോര കണ്ടാൽ തലകറങ്ങുന്ന ആ വീരൻ ആ പടക്കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നോ എന്തോ. ഇതുപോലുള്ള പരിഹാസമാണ് കൊച്ചമ്മണിയെ ഉപേക്ഷിച്ചു പോകാൻ അയാളെ പ്രേരിപ്പിച്ചത്. അന്ന് പടത്തലവന്റെ കൂടെ മകളും കൂടി പരിഹസിക്കാൻ. എന്നാൽ ഇന്ന് വേണ്ടായിരുന്നു എന്ന് കൊച്ചമ്മണിക്ക് തോന്നുകയാണ്. പടത്തലവൻ സമ്മതിച്ചാൽ അയാളെ ചെന്ന് കൊണ്ടുവരാം എന്ന് അവൾക്കുറപ്പുണ്ട്. പക്ഷേ സമ്മതിച്ചിട്ട് വേണ്ടേ? ശത്രുചേരിയിൽ കഴിയുന്നവനെ സ്വീകരിക്കാനോ? നെവർ. കേശവപിള്ളയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരാജാവിന്റെ അഭിലാഷം അനുസരിച്ച് അദ്ദേഹത്തെ മുഖം കാണിക്കാൻ വലിയ പടത്തലവൻ കൊട്ടാരത്തിലെത്തി. മഹാവിപത്തുകൾക്ക് മുന്നിൽ ക്ഷമവാനായും സമ്പത്തുകളിൽ ഉദാസീനനായും വാർദ്ധക്യത്തിലും യുവസഹജമായ ഓജസ് നഷ്ടപ്പെടുത്താത്തവനുമായ വലിയ പടത്തലവൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ ആദ്യം ജനറൽ കുമാരൻ തമ്പി തൊഴുത് അഭിവാദ്യം അർപ്പിച്ചു. പിന്നെ പല ഉദ്യോഗസ്ഥന്മാരും പ്രമാണിമാരും എത്തി ഉപചാരം പ്രകടിപ്പിച്ചു. പലരോടും സംസാരിച്ചും കുമാരൻ തമ്പിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാമാ വെങ്കടൻ എത്തി. അയാളുടെ കൈക്ക് പിടിച്ച് പാശ്ചാത്യ രീതിയിൽ കൈകുലുക്കി. രാജമന്ദിരത്തിലേക്ക് കടന്നപ്പോൾ ശബ്ദങ്ങളെല്ലാം പെട്ടെന്ന് നിലച്ചു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പ്രിയങ്കരനും തിരുമുഖത്ത് പിള്ളയുടെ മകനുമായ വലിയ പടത്തലവനെ അനന്തരവൻ അമ്മാവനെ സ്വീകരിക്കുന്ന പോലെ ഉപചാരപൂർവ്വം മഹാരാജാവ് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട് പോലും വിനോദ സംഭാഷണം നടത്തിയിരുന്ന പടത്തലവനോട് മഹാരാജാവ് കുശലാന്വേഷണങ്ങൾ നടത്തി. മഴക്കാലമായതുകൊണ്ട് കാട്ടിൽ വേട്ടയ്ക്ക് സൗകര്യമില്ലല്ലോ, അതുകൊണ്ടാണ് വിളിച്ചു വരുത്തിയതെന്ന് മഹാരാജാവ് ഫലിതം പറഞ്ഞു. ഒരു കാടിളക്ക് ഇവിടെ വേണ്ടിവരും, അതിലേക്കാണ് ആളയച്ചത്. പോക്കുമൂസായം വരുത്തിയിരുന്നു. അവിടെ നിന്ന് പോകുന്ന കേശവൻ എങ്ങോട്ട് പോയി? പടത്തലവൻ പറഞ്ഞു. കൂടി ചെമ്പകശ്ശേരിയിൽ വിടകൊണ്ടിട്ടുണ്ട്. കഥയെല്ലാം അവൻ പറഞ്ഞു കേട്ടു. ഇനി കൽപ്പന എന്തെന്ന് അരുളി ചെയ്യണം? മഹാരാജാവ് പറഞ്ഞു. പല സംഗതിയുമുണ്ട് ഇവിടെ. എങ്കിലും ഉടനടി നിവർത്തിക്കേണ്ട കാര്യം രണ്ടാണ്. ഒരു യോഗീശ്വരൻ എന്തിനോ ഒക്കെ പുറപ്പാടുണ്ട്. അതിൻ്റെ സൂക്ഷ്മം കേശവൻ ധരിപ്പിച്ചു. ഒതുക്കാൻ വേണ്ട ഏർപ്പാടുകൾ നാമും ചെയ്തു. അതിനെക്കുറിച്ച് മേലിൽ വേണ്ട ആലോചനകൾക്ക് ദളവ ചെമ്പകശ്ശേരിയിൽ വന്നുകൊള്ളു. മറ്റേ സംഗതിയാണ് വിഷമമുള്ളത്. കഴക്കൂട്ടത്ത് പിള്ളമാരുടെ വകയിൽ വല്ലവരും ശേഷിക്കുന്നുണ്ടോ എന്നറിയേണ്ടിയിരിക്കുന്നു. ചിലമ്പിനേത്ത് തെക്കിയതിൽ 2 സ്ത്രീകളുണ്ടെന്ന് കേശവൻ വാദിക്കുന്നു. അവരുടെ പരമാർത്ഥം നന്ദ്യ തുണ്ണിത്താനും വെങ്കി ഭാഗവതർക്കും അറിയാം. അവരോട് ഞാൻ നേരിട്ട് അന്വേഷിപ്പാൻ പുറപ്പെട്ടാൽ കാര്യം പോലെ നടത്തേണ്ടി വരും. നമുക്കും കഴക്കൂട്ടത്തെ വീട്ടുകാർക്കും കേശവനും ഒരുപോലെ വേണ്ടത്തക്ക ആളാണല്ലോ കാരണവർ. എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുന്നു.
ഒരു ബഹളത്തിനും ഇടവരുത്താതെയും കേശവന് സന്താപം ഉണ്ടാക്കാതെയും എല്ലാം ശരിയാക്കണം. മനസ്സിലായല്ലോ? മഹാരാജാവിൻ്റെ പ്രജാവാത്സല്യത്തെപ്പറ്റി പടത്തലവന് വലിയ മതിപ്പ് തോന്നി. വാളിനേക്കാൾ ഫലപ്രദവും ഊർജിതവുമാണത്. ഇക്കാര്യത്തിൽ മാതുലനായ മാർത്താണ്ഡവർമ്മയിൽ നിന്ന് ധർമ്മരാജാവ് വ്യത്യസ്തനാണ്. ചെമ്പകശ്ശേരിയിലെ സ്ത്രീകളിൽ യുവതിയായിരിക്കുന്നവരുടെ കാര്യം അന്വേഷിക്കാം എന്ന് പടത്തലവൻ ഏറ്റു. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട് പോലും. പടത്തലവൻ ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങി. അപ്പോൾ ഉമ്മിണിപ്പിള്ളയുടെ വിക്കറ്റ് വീണു. രാജാവിന് യോഗേശ്വരൻ്റെ മേൽ ഡയറക്റ്റായിട്ട് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതിനുള്ള പണിയും തുടങ്ങിയിട്ടുണ്ട്. ഇനി കളികളൊക്കെ മാറും. എന്നാലും കേശവൻ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. കേശവപിള്ള എവിടെയാണെന്നുള്ള ക്ലിയർ ഐഡിയ നമുക്കില്ല. എല്ലാം വരും എപ്പിസോഡുകളിൽ ക്ലിയർ ആകുമെന്ന് കരുതാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്, ബൈ.